നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് MHL04 യൂണിറ്റ് 6 ആണ്. ഏർലി മിഡീവൽ പോളിറ്റീസ് ഇൻ നോർത്ത് ഇന്ത്യ 17th to 13th century CE എന്ന കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. At first, the early medieval period in North India 17th to 13th century CE represent a critical transitional phase from the classical age of Guptas to rise of regional polities and the Turkish conquests. This era was marked by the fragmentation of newly ruling lineage such as Rajputs. Historians have extensively debated whether this phase was one of the decline or a period of social political transformation. അതായത് BC 7ാം നൂറ്റാണ്ടിനും 13ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ പീരീഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഗുപ്ത കാലഘട്ടത്തിന്റെ തുടക്കത്തിന് മുമ്പുള്ള നൂറ്റാണ്ടുകൾ ഭരിച്ചിരുന്ന കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഹിസ്റ്റോറിക്കലി. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. This system of land grants, which began in the Shatavahana and Gupta period, became widespread. Initially, these grants were for religious purpose, but gradually they carried administrative rights like revenue collection and maintenance of law and order. അതായത് ഈ സമയത്ത് ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റവും മറ്റുള്ള സമ്പ്രദായങ്ങളൊക്കെ തുടങ്ങി. ഈ കാലഘട്ടത്തിലാണ് ശതവാഹന റൂളും തുടങ്ങിയ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഇത് ലാൻഡ് ഗ്രാൻഡ്സ് സമ്പ്രദായമൊക്കെ തുടങ്ങിയത്. ഇത് വളരെയധികം വൈഡ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. സാമന്ത സിസ്റ്റം, അടുത്ത് നമുക്ക് സാമന്ത സിസ്റ്റം എമർജ് ചെയ്തിരുന്ന ഈ കാലഘട്ടത്തിൽ ലോക്കൽ ചീഫ്സ് were conquered rulers who become feudatories. ഈ സമയത്ത് ലോക്കൽ ചീഫ്സ് ഒക്കെ എന്തായി മാറി? ഫ്യൂഡേറ്ററീസ് ആയി മാറി. They owed tribute and military service to their overlords, forming hierarchical structure of authority. അവര് കടപ്പെട്ടിരിക്കുന്ന ആരോട്? അവരുടെ രാജാക്കന്മാരോടും അവരുടെ മേലധികാരികളോടും കടപ്പെട്ട് അവര് മിലിറ്ററി സിസ്റ്റം ഒക്കെ നൽകാൻ കടപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് വന്നിട്ട് the process of sub-infeudation, further redelegation of grand land rights, weakened central authority and encouraged the proliferation of local powers. ഈ സമയത്ത് തന്നെ സബ് ഇൻഫ്യൂഡിയേഷൻ, അതായത് ലാൻഡ് റൈറ്റ്സ് ഒക്കെ വീക്കെൻഡ് ആയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത്. അടുത്ത പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ടു ഏർലി മിഡീവൽ ഇന്ത്യ ഹിസ്റ്റോറിയോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവ്. ഏർലി ഹിസ്റ്റോറിയൽ ഡിവൈഡ് ഇന്ത്യൻ ഹിസ്റ്ററി ഇൻ ടു ഏൻഷ്യൻ, അതായത് പുരാതന ചരിത്രത്തെ ചരിത്രകാരന്മാർ മൂന്നാക്കി തരംതിരിച്ചിരിക്കുന്നത്. അതേതാണ്? ഫസ്റ്റ് ഏൻഷ്യൻ ഹിന്ദുസിന് കീഴിലായിരുന്നു അത്. മിഡീവൽ മധ്യകാല ചരിത്രം മുസ്ലിങ്ങൾക്ക് വിധേയപ്പെട്ടതായിരുന്നു. ആൻഡ് മോഡേൺ ബ്രിട്ടീഷുകാർക്കും. ബട്ട് ലേറ്റർ സ്കോളേഴ്സ് സോൾഡ് സോഷ്യോ എക്കണോമിക് ക്രൈറ്റീരിയ. പിന്നീടുള്ള പണ്ഡിതന്മാരൊക്കെ സോഷ്യോ എക്കണോമിക് ക്രൈറ്റീരിയനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ത്യൻ ചരിത്രം മൊത്തം രചിച്ചിരിക്കുന്നത്. R.S. Sharma, D.D. Kosambi and B.N.S. Yadav emphasized Indian feudalism. ഇന്ത്യൻ ഫ്യൂഡലിസത്തിനെ എംഫസൈസ് ചെയ്ത ചരിത്രകാരന്മാരാണ് ശർമ്മ, D.D. Kosambi, B.N.S. യാദവ് മുതലായവരൊക്കെ. ഡിക്ലൈൻ ഓഫ് ട്രേഡ് ആൻഡ് ടൗൺസ് ആൻഡ് ലാൻഡ് ബേസ്ഡ് എക്കോണമി, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പെസൻസ്, കാസ്റ്റ്, proliferation and ഭക്തി ഐഡിയോളജി, ലെജിറ്റമൈസിങ് സ്ട്രക്ചർ മുതലായവയൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതായത് വ്യാപാരത്തിൻ്റെയും ടൗണുകളുടെയും ഒക്കെ ഡിക്ലൈനും എക്കോണമി എക്സ്പ്ലോയിറ്റേഷനും അതേപോലെ പെസൻസിൻ്റെയും കാസ്റ്റ് സിസ്റ്റത്തിൻ്റെയും ഒക്കെ പ്രോലിഫിറേഷനും ഒക്കെ നമുക്കിതിൽ കാണാൻ വേണ്ടി സാധിക്കും. N.R. Ray suggested medievalism had distinct phases, 17th to 12th, 12th to 16th, 16th to 18th centuries. അതായത് N.R. Ray പറഞ്ഞ സ്കോളർ സജസ്റ്റ് ചെയ്യണ എന്താ പറഞ്ഞു പറഞ്ഞാൽ ഈ കാലഘട്ടത്തെ 7ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ, 12ാം നൂറ്റാണ്ട് മുതൽ 16ാം നൂറ്റാണ്ട് വരെ, 16ാം നൂറ്റാണ്ട് മുതൽ 18 നൂറ്റാണ്ട് വരെയും തരംതിരിച്ചിരിക്കുന്നു. റീജനറലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്, ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് റിലീജിയൻ ഒക്കെ മുതലായവയൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. അതർ സ്കോളേഴ്സ് റിജക്റ്റഡ് the Dark Age view, instead highlighting regional state from
formation integration of tribal groups into agrarian society and consolidation of regional culture. Ideologically, Bhakti movement and reign of cult. Example, Jagannath temple in Orissa legitimized kingship. അതായത് ഭക്തി മൂവ്മെന്റ് ഈ സമയത്ത് വളരെയധികം കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നിയമാനുസൃതമായി തന്നെ കിങ്ഷിപ്പിന് അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തതാണെന്ന് ജഗന്നാഥ ടെമ്പിൾ ഇൻ ഒറീസയിൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, മേജർ പൊളിറ്റിക്കൽ പവേഴ്സ്. പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പവേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് ആ കാലഘട്ടത്തിൽ നമുക്ക് നോക്കാം. പാലാസ്, പ്രതിഹാരാസ് ആൻഡ് രാഷ്ട്രകൂടാസ്. പാലാസും പ്രതിഹാരാസും രാഷ്ട്രകൂടാസുമായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പവേഴ്സ്. ആഫ്റ്റർ ദി ഗുപ്താസ്, കനോജ് ബിക്കം ദ പൊളിറ്റിക്കൽ സെന്റർ അണ്ടർ ദ ഹർഷ ആൻഡ് ലേറ്റർ റൂളേഴ്സ്. ഗുപ്താസിന് ശേഷം കനൗജും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സെന്ററായി ആരുടെ കീഴിൽ? ഹർഷന്റെയും മറ്റു റൂളേഴ്സിന്റെയും കീഴിൽ. ട്രൈഫ്രൈറ്റ് സ്ട്രഗിൾ 18th to 10th century CE. ഏത് കാലഘട്ടത്തിലാണ്? ത്രികക്ഷി സംഗമം പോലെ 8-10 നൂറ്റാണ്ടുകളിൽ നമുക്കിത് കാണാൻ സാധിക്കും. ആദ്യം നമ്മൾ അതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, പാലാസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫൗണ്ടഡ് ബൈ ഗോപാല, കൺസോളിഡേറ്റഡ് ബൈ ധർമ്മപാല ആൻഡ് ദേവപാല. അതായത് പാല ഡൈനാസ്റ്റി ഏകീകരിച്ചത്, കൺസോളിഡേറ്റഡ് ഏകീകരിച്ചത് ധർമ്മപാല, ദേവപാല മുതലായവര്. ധർമ്മപാല കൺവീനിയഡ് ഇൻ ഇമ്പീരിയൽ അസംബ്ലി അറ്റ് കനോജ് അസേർട്ടിംഗ് സൂപ്രമസി ഓവർ നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ വിളിച്ചുകൂടി ഒരു ഇമ്പീരിയൽ അസംബ്ലി കനോജിൽ അസേർട്ട് ചെയ്തത് നമ്മുടെ ധർമ്മപാലയായിരുന്നു. പാലാസ് വർ ഗ്രേറ്റ് പാട്രൺസ് ഓഫ് ബുദ്ധിസം. പാലാസ് വളരെയധികം ബുദ്ധിസത്തിന്റെ പാട്രൺസ് ആയിരുന്നു. വിക്രംശില യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്തത് നമ്മുടെ ധർമ്മപാലയാണ്. ആഫ്റ്റർ ദേവപാല their power declined, though rulers like Mahipala first revived it briefly. Eventually the Senas replaced the Palas. അതായത് ആ കാലഘട്ടത്തിൽ സ്ഥാപിച്ച പാട്രൺസ്, ബുദ്ധിസ്റ്റിന്റെ പാട്രൺസ് ആയിരുന്ന പാലന്മാര് ദേവപാല ഇവിടെ ഭരണത്തിന് ശേഷം അവിടെ പവർ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. അതാണ് ഇത്രയുമാണ് പാലാസിനെ കുറിച്ച് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രതിഹാരാസ്, രജപുത്താന ആൻഡ് സെൻട്രൽ ഇന്ത്യ. എവിടേക്കാണ് ഇവരുടെ സ്ഥലങ്ങള്? രജപുത്താനയിലും സെൻട്രൽ ഇന്ത്യയിലുമാണ്. റോസ് അണ്ടർ വത്സരാജ ആൻഡ് നാഗഭട്ട ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഇവർ ആരുടെ കീഴിലാണ് ഇവരുടെ ഭരണം തുടങ്ങിയത് പറഞ്ഞാൽ വത്സരാജയുടെ കീഴിൽ നാഗഭട്ട ഒന്നാമനും രണ്ടാമനും കീഴിലാണ്. Their invasion in the west and expanded into Kanauj. അവര് പടിഞ്ഞാറ് മുതൽ കനൗജ് വരെ അവരുടെ രാജ്യം എക്സ്പാൻഡ് ചെയ്യുന്നു. Their polity was heavily based on feudatories. അവരുടെ പോളിറ്റി പ്രധാനമായും ഫ്യൂഡേറ്ററീസിന് കീഴിലായിരുന്നു. ലാൻഡ് ഗ്രാൻസ് ആൻഡ് സബ് ഇൻഫ്യൂഡേഷൻ. ബോജ ഫസ്റ്റ് വാസ് എ നോട്ടബിൾ റൂളർ. പ്രധാനപ്പെട്ട അതിലെ റൂളർ ആയിരുന്നു ബോജ ഫസ്റ്റ്. They declined by the late 10th century, replaced by regional powers like the Kahwalas. അവര് 10ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ അവരുടെ അധപ്പതനം തുടങ്ങി. അവരെ ലോക്കൽ ഫ്യൂഡേറ്ററീസിലെ ഗഹവാലാസ് റീപ്ലേസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് രാഷ്ട്രകൂടാസ് എക്സ്പാൻഡഡ് നോർത്ത് വാർഡ്സ് ധ്രുവ ആൻഡ് ഗോവിന്ദ് III. Though victories in the tripartite struggle, they could not sustain their hold due to internal conflicts. They remained a major Deccan power until the 10th century. അതായത് രാഷ്ട്രകൂടാസ് എവിടെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഡെക്കാൻ പറഞ്ഞ സ്ഥലത്താണ്. എക്സ്പാൻഡഡ് നോർത്ത് വേർഡ്സ്, അവർ എവിടേക്കാണ് അവരുടെ രാഷ്ട്രം എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞാൽ നോർത്ത് വേർഡ്സിലേക്കാണ്. ധ്രുവ ആൻഡ് ഗോവിന്ദ് III എന്ന പ്രധാന രാജാക്കന്മാരായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട റൂളേഴ്സ്. Though victories in tripartite struggle, they could not sustain their hold due internal. അവര് സസ്റ്റൈനബിളായി നിലനിൽക്കാൻ വേണ്ടി തന്നെ അവർ ഇന്റേണലിൽ ഒരുപാട് പ്രശ്നങ്ങളും യുദ്ധങ്ങളും അവരൊക്കെ നടത്തിയിരുന്നു. കോൺഫ്ലിക്ട്സ് ദേ റിമെയിൻഡ് എ മേജർ ഡെക്കാൻ പ്രൊവൻഡിൽ 10th century. 10ാം നൂറ്റാണ്ടിൽ വരെ അവർ വളരെയധികം മേജർ പവറായി നിലകൊണ്ടിരുന്നു. ദ ട്രൈഫ്രൈറ്റ് സ്ട്രഗിൾ, ത്രികക്ഷി
അതാണ് ട്രൈഫ്രേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിഫ്ലക്ട്സ് ദ കോമ്പറ്റേറ്റീവ് ഷിഫ്റ്റിംഗ് ആൻഡ് അൺസ്റ്റേബിൾ നേച്ചർ ഓഫ് നോർത്തേൺ ഇന്ത്യൻ പൊളിറ്റിക്സ് ഇൻ ദ പീരീഡ്. ഈ കാലഘട്ടത്തിൽ ഈ 3 ഗ്രൂപ്പ് പാലാസ്, പ്രതിഹാരാസ്, രാഷ്ട്രകൂടാസ് ഇവരുടെ ഭരണം ട്രൈഫ്രേറ്റ് സ്ട്രഗിൾ കൊണ്ട് തന്നെ ഒരു അൺസ്റ്റേബിൾ നേച്ചർ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ കാലഘട്ടത്തിൽ. അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് ഏർലി മിഡീവൽ പോളിറ്റി. ഈ കാലഘട്ടത്തെ കുറിച്ചുള്ള പഠനവും ഏർലി മിഡീവൽ പോളിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന പോയിന്റ്. ഇമ്പീരിയൽ മോഡൽ saw this period as decline from the centralized Maurya Gupta period. നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന എന്താണ്, സെൻട്രലൈസ്ഡ് ഭരണം മൗര്യ ഗുപ്ത പീരീഡിലെ പോലെ ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ ഫ്യൂഡലിസം മോഡൽ, ഒരു ഇന്ത്യൻ ഫ്യൂഡലിസം മോഡലായിരുന്നു അവിടെ കാണാൻ സാധിക്കുന്നത്. എംഫസൈസ്ഡ് ഡീസെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണമായിരുന്നു. അഗ്രേറിയൻ എക്കോണമി ആയിരുന്നു. ഡിക്ലൈൻ ഓഫ് ട്രൈഡ്, റൈസ് ഓഫ് ലാൻഡഡ് ഇന്റർമീഡിയറ്ററീസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പെസൻസ്. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അഗ്രേറിയൻ എക്കോണമി കാണാൻ സാധിക്കും, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പെസൻസ് കാണാൻ സാധിക്കും, ഒക്കെ നമുക്ക് ഡിക്ലൈൻ ഓഫ് ട്രേഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്, ക്രിറ്റിക്സ് ഓഫ് ഫ്യൂഡലിസം. ഈ ഫ്യൂഡലിസത്തിന്റെ വിമർശകർ സ്കോളേഴ്സ് ലൈക്ക് ഹർബാൻസ് മുഖ്യ ആൻഡ് ബി ഡി ചതോപാധ്യായ ആർഗ്യൂഡ് ദാറ്റ് ഇന്ത്യൻ കണ്ടീഷൻ ഡിഫേർഡ് ഫ്രം യൂറോപ്പ്. അതായത് സ്കോളേഴ്സ് ആയിട്ടുള്ള ഹർബൻസ് മുഖ്യയും ബി ഡി ചതോപാധ്യായൊക്കെ ആർഗ്യൂ ചെയ്ത് എന്താണ് പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ യൂറോപ്പിനെ വെച്ചിട്ട് ഫ്യൂഡലിസം ഇവിടെ വ്യത്യസ്തമായിരുന്നു. കനോട്ട് ബി അപ്ലൈഡ് ഇൻ മെക്കാനിക്കൽ, ഇവിടെ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റഡ് ലാൻഡ് ഗ്രാൻസ് ആൻഡ് ദ സാമന്ത സിസ്റ്റം ആർ സീൻ ഇൻ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ റാദർ ദാൻ ഫ്രാഗ്മെന്റേഷൻ. വിഘടനം പോലെ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ന്യൂ അപ്രോച്ചസിലേക്ക് നോക്കാം. റീസെന്റ് ഹിസ്റ്റോറിയോഗ്രഫി ഹൈലൈറ്റ്സ് റീജിയണൽ സ്റ്റേറ്റ് ഫോർമേഷൻ, രജപുത്തൈസേഷൻ, ക്ഷത്രിയൈസേഷൻ ഓഫ് ട്രൈബ്സ്, ഇന്റഗ്രേഷൻ ഓഫ് ലോക്കൽ കൾച്ചേഴ്സ്, റോൾ ഓഫ് ടെമ്പിൾസ് ആൻഡ് ഭക്തി ഐഡിയോളജി, ലീനേജ് പ്രോലിഫറേഷൻ. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ന്യൂ അപ്രോച്ചസ് മുഖാന്തരം റീസെന്റ് പുതിയതായിട്ടുള്ള ഒരു ഹിസ്റ്റോറിയോഗ്രഫി ഹൈലൈറ്റ്സ് കാണാൻ സാധിക്കും. സ്റ്റേറ്റ് ഫോർമേഷൻ കാണാൻ സാധിക്കും, രജപുത്തൈസേഷൻ കാണാൻ സാധിക്കും, ക്ഷത്രിയൈസേഷൻ ഓഫ് ട്രൈബ് കാണാൻ സാധിക്കും, ഇന്റഗ്രേഷൻ ഓഫ് ലോക്കൽ കൾച്ചർ, സാധാരണ ലോക്കൽ കൾച്ചറിന്റെ ഇന്റഗ്രേഷൻ കാണാൻ സാധിക്കും, റോൾ ഓഫ് ടെമ്പിൾസ്, ടെമ്പിൾസിന് വളരെയധികം റോൾ ഉണ്ടെന്ന് കാണിക്കാൻ സാധിക്കും, ഭക്തി ഐഡിയോളജി ആൻഡ് ലീനേജ് പ്രോലിഫറേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സ്റ്റേറ്റ് ഫോർമേഷൻ അണ്ടർ ദ രജപുത്സ്, രജപുത്സിന് കീഴിലുള്ള സ്റ്റേറ്റ് ഫോർമേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫ്രം ദ 7th century രജപുത് ക്ലാൻസ് ഗുഹിലാസ്, ചഹംനാസ്, പരമ്പരാസ്, ടൊമാരസ് എക്സെട്ര. ഈ കാലഘട്ടത്തിലുള്ള രജപുത് ക്ലാൻസ് ഗുഹിലാസും ചമന്നാസും പരമ്പരാസും ടൊമാരസ് മുതലായവരാണ്. റോസ് ഇൻ രാജസ്ഥാൻ, ഇവരെവിടെയാണ് ഉയർത്തെഴുന്നേറ്റ് വന്നത്? രാജസ്ഥാൻ, ഗുജറാത്ത്, സെൻട്രൽ ഇന്ത്യ മുതലായവിടേക്ക് ഇവര് ഉയർന്നു വന്നു. Their origins are debated. Foreign tribe Hunas, Gurjaras, tribal chiefs assimilated through Kshatriyization or mythology. അഗ്നികുല, ഫയർബോൺ ഒറിജിൻ. ഇത് ഇവരുടെ ഒറിജിൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇവര് മുൻകാലം ഹുണാസ, ഗുർജാരാസ് ട്രൈബിൽ നിന്ന് ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇത് എക്സ്പാൻഡ്, അവരെങ്ങനെയൊക്കെയാണ് എക്സ്പാൻഡ് ചെയ്തതെന്ന് നമുക്ക് നോക്കാൻ പോണത്. കോൺക്വസ്റ്റ് ഓഫ് ട്രൈബൽ ഗ്രൂപ്പ്സ്, ബിലാസ്, മെഡാസ്, മിനാസ്. അതായത് ഇവര് ട്രൈബൽ ഗ്രൂപ്പിനെയൊക്കെ കോൺക്വസ്റ്റ് ചെയ്തു. ബിലാസ്, മിഡാസ്, മിനാസിനെയൊക്കെ കോൺക്വസ്റ്റ് ചെയ്തു. അഗ്രികൾച്ചർ എക്സ്പാൻഷൻ ആൻഡ് ലാൻഡ് ഗ്രാൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അവര് കൃഷിയൊക്കെ നന്നായി വ്യാപിപ്പിച്ചിട്ടായിരുന്നു. ലാൻഡ് ഡിസ്ട്രിബ്യൂഷനും നടത്തിയിരുന്നത്. മാരേജ് അലയൻസസ് കൺസോളിഡേറ്റിംഗ് നെറ്റ്വർക്ക്സ്, അതായത് മാരേജ് അലയൻസിലൂടെ സ്ഥലങ്ങളൊക്കെ അവർ ഏകീകരണം നടത്തിയിരുന്നത്. രജപുത്തൈസേഷൻ ബിക്കേം എ പ്രോസസ് ഓഫ് ലെജിറ്റമൈസിങ് പവർ ത്രോ ജീനിയോളജി, ബ്രാഹ്മണിക്കൽ സാങ്ഷൻ ആൻഡ് മിലിറ്ററി പവേഴ്സ്. അതായത് അവര് ഇതിലൂടെ രജപുത്തൈസേഷനും നിയമാനുസൃതമായി ജീനിയോളജി, ബ്രാഹ്മൺസ് സാങ്ഷനും മിലിറ്ററി പ്രോസസ്സും ഒക്കെ ഇതിലൂടെ ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു.
Administrative features included land grant, subfeudation, grouping of village into territorial units, forts of symbols, power and feudatory networks. അഡ്മിനിസ്ട്രേറ്റീവ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് സബ്ഫ്യൂഡേറ്ററീസ് ഗ്രൂപ്പിംഗ് വില്ലേജിൽ ഉണ്ടായി ഇൻറ്റു ടെറിട്ടോറിയൽ യൂണിറ്റ്സ് ആയി പിന്നീട് മാറുകയാണ് ചെയ്തത്. By the 12th to 13th century, the term Rajaputras denoted a wide range of ruling elites. 12ാം നൂറ്റാണ്ട് 13ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലൊക്കെ രജപുത്ര എന്ന് പറഞ്ഞു പറഞ്ഞാൽ വളരെയധികം സ്പ്രെഡ് ആയിട്ടുള്ള റൂളിംഗ് എലൈറ്റ് ആയിട്ട് അവർ മാറി. പിന്നെ അവർ സ്മോൾ ലാൻഡ് ഹോൾഡേഴ്സുമായിട്ട് അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയോ നേച്ചർ ഓഫ് പോളിറ്റി അണ്ടർ ദി പാലാസ്, പാലാസിന് കീഴിലുള്ള പോളിറ്റി എങ്ങനെയാണ് നമുക്ക് നോക്കാം. ദ പാലാസ് അഡോപ്റ്റഡ് ടൈറ്റിൽസ് ലൈക്ക് പരമഭട്ടാകര, പരമേശ്വര, മഹാരാജാതിരാജ. അവര് എന്തൊക്കെ പേരാണ് സ്വീകരിച്ചത് പറഞ്ഞാൽ പരമഭട്ടാകര, പരമേശ്വര, മഹാരാജാതിരാജ എന്നീ പേരുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ദേ ഗ്രാൻഡഡ് ലാൻഡ് ഗ്രാൻഡ് ടു ബ്രാഹ്മൺസ്, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ്, ഒഫീഷ്യൽസ് ആൻഡ് പെസൻസ്, കൈവട്രാസ്. ദീസ് grants often carried judicial and administrative rights. അവര് ബ്രാഹ്മൺസിന് ലാൻഡ് ഗ്രാൻഡ് ചെയ്ത് നൽകിയിരുന്നു. മൊണാസ്ട്രീസ്, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസിലേക്കും അത് നൽകിയിട്ടുണ്ടായിരുന്നു. അൺലൈക്ക് ദ പ്രതിഹാരാസ്, സബ്ഫ്യൂഡേഷൻ വാസ് റെയർ. ആ സമയത്ത് പ്രതിഹാരാസിന്റെ കീഴിലാണെങ്കിലോ ഫ്യൂഡേറ്ററീസ് വളരെയധികം റെയർ ആയിരുന്നു. ഒഫീഷ്യൽ സജാസ് ദാസഗ്രാമികാസ് ആൻഡ് ഗ്രാമപതീസ് ഹാൻഡിൽഡ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ. ആ സമയത്ത് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ആരാ ഹാൻഡിൽ ചെയ്തു പറഞ്ഞു പറഞ്ഞാൽ ദാസഗ്രാമികാസും ഗ്രാമപതീസുമാണ് ഹാൻഡിൽ ചെയ്തത്. ദർ അതോറിറ്റി വാസ് എക്സസൈസ്ഡ് ഫ്രം മൾട്ടിപ്പിൾ സെന്റർ ലൈക്ക് പാടലിപുത്ര ആൻഡ് മുദഗാഗിരി എലോങ് ദ ഗംഗാവാലി. അവരുടെ മൾട്ടിപ്പിൾ സെന്റർ ആയിരുന്നു പാടലിപുത്ര, മുദഗാഗിരി, ഗംഗാവാലി. They combined imperial ambitions, especially under Dharmapala, Devapala, with strong religious patronage Buddhism. അവര് ഇമ്പീരിയൽ അംബീഷ്യസ് ആയിരുന്നു ആരുടെ കീഴിൽ? ധർമ്മപാലയുടെയും ദേവപാലയുടെയും കീഴിൽ. അവര് റിലീജിയസ് പാട്രണേജ് ഏതിലൂടെ ആയിരുന്നു? ബുദ്ധിസത്തിന്റെ കീഴിലായിരുന്നു. ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് പോവാം. കീ ഫീച്ചേഴ്സ് ഓഫ് ഏർലി മിഡീവൽ പോളിറ്റി 17th to 13th സെഞ്ചുറി സ്വീകരിക്കാൻ നമ്മൾ ഇനി പോകുന്നത് പ്രോലിഫിറേഷൻ ഓഫ് ലോക്കൽ റൂളിംഗ് ലീനേജ്, പാലാസ്, പ്രതിഹാരാസ്, രാഷ്ട്രകൂടാസ്, രജപുതാസ്. നമുക്ക് പ്രോലിഫിറേഷൻ കാണാൻ സാധിക്കും പാലാസിന്റെയും പ്രതിഹാരാസിന്റെയും രാഷ്ട്രകൂടാസിന്റെയും കീഴിൽ. നെക്സ്റ്റ് ഫ്യൂഡേറ്ററി, സാമന്ത സിസ്റ്റം, ട്രിബ്യൂട്ടറി റിലേഷൻ, മിലിറ്ററി സർവീസ്, സുസേറിയൻ, സബോർഡിനേറ്റ് സ്ട്രക്ചർ. അതായത് സാമന്ത സിസ്റ്റം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. മിലിറ്ററി സർവീസും സബോർഡിനേറ്റ് സ്ട്രക്ചറും ഒക്കെ നമുക്കിതിൽ കാണാൻ വേണ്ടി സാധിക്കും. എക്സ്റ്റെൻസീവ് ലാൻഡ് ഗ്രാൻഡ്സ് ടു ബ്രാഹ്മിൻസ്, മൊണാസ്ട്രീസ്, ടെമ്പിൾസ് ഓഫ് ഒഫീഷ്യൽ ആൻഡ് ഫ്യൂഡേറ്ററീസ്. ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം ബ്രാഹ്മിൻസിനും മൊണാസ്ട്രിക്കും ടെമ്പിൾസ് ഓഫീഷ്യലിനൊക്കെ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റത്തിലൂടെ അവർക്ക് ധാരാളം ഭൂമി നൽകിയിട്ടുണ്ടായിരുന്നു. ഷിഫ്റ്റ് ഫ്രം അറബൻ ക്യാഷ് ബേസ്ഡ് എക്കോണമി ടു അഗ്രേറിയൻ ബേസ്. അതായത് അറബൻ ക്യാഷ് ബേസ്ഡ് എക്കോണമിയിൽ നിന്ന് അഗ്രേറിയൻ ബേസ് എക്കോണമിയായിട്ട് അവർ വളർന്നു. ഡിക്ലൈൻ ഓഫ് ലോങ് ഡിസ്റ്റൻസ് ട്രേഡ്. ആ സമയത്ത് ദൂരവ്യാപക കച്ചവടങ്ങൾക്കൊക്കെ കുറച്ച് ഡിക്ലൈൻ ആയിപ്പോയി. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് റൈസ് ഓഫ് ന്യൂ കാസ്റ്റ്. പുതിയ തരം ജാതിയൊക്കെ ആ സമയത്ത് ഉയർന്നു വന്നത്. അതൊക്കെയാണ് കയസ്താസ്, അൺടച്ചബിൾസ്. ഓക്കെ. ഇന്റഗ്രേഷൻ ഓഫ് ട്രൈബ്സ് ഇൻറ്റു അഗ്രേറിയൻ സൊസൈറ്റി ആൻഡ് ദ രജപുത്തൈസേഷൻ. ഈ സമയത്ത് ട്രൈബ്സ് ഒക്കെ അഗ്രേറിയൻ സൊസൈറ്റിയിലേക്ക് വന്ന് രജപുത്തൈസേഷനിലേക്ക് മാറുകയാണ് ചെയ്തത്. ഐഡിയോളജി സപ്പോർട്ട് ഫ്രം ഭക്തി കൾട്ട് ആൻഡ് ടെമ്പിൾസ് വിച്ച് ലെജിറ്റമൈസ് കിങ്ഷിപ്പ്. അതായത് ഭക്തി കൾട്ടും ടെമ്പിൾസ് ഒക്കെ കിങ്ഷിപ്പിനെ ലെജിറ്റമൈസ് ചെയ്തു. റീജിയണൈസേഷൻ ഓഫ് കൾച്ചർ, ഡിസ്റ്റിങ്ക്ട് സ്കൂൾസ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ, റിലീജിയസ് പ്രാക്ടീസ്. ഈ സമയത്ത് കൾച്ചറും ആർട്ടും ലിറ്ററേച്ചറും റിലീജിയസ് പ്രാക്ടീസും ഒക്കെ റീജിയണലൈസേഷൻ, തദ്ദേശീയവൽക്കരണം നടത്തുകയുണ്ടായി. അപ്പൊ ഈ ചാപ്റ്റർ ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. താങ്ക് യു.